ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ടൂറിസം അതിൻ്റെ ഒരു നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കുകയാണ്. അപ്പം വരുന്ന പുതിയ ഗവൺമെൻറ് കേരളത്തിലെ ടൂറിസം ഗ്രോത്തിന് എങ്ങനെയാണ് മുൻഗണന നൽകേണ്ടതെന്ന കുറേ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മളുടെ കേരളത്തിലെ ടൂറിസത്തിൻ്റെ എക്സിസ്റ്റിംഗ് ഡിമാൻഡ് എങ്ങനെ കൂട്ടി അതിനെ മാക്സിമൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കപ്പാസിറ്റിയെ മാക്സിമൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ റവന്യൂ വർദ്ധിപ്പിക്കാമെന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. ഇപ്പം നമ്മൾ കേരളത്തിലെ ഹോട്ടൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1100 കൂടുതൽ ക്ലാസിഫൈഡ് ഹോട്ടൽസ്, ഒരു 25,000 to 35,000 എയർ കണ്ടീഷൻഡ് ക്വാളിറ്റി റൂംസ് നമുക്കിന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്. പക്ഷേ ഒക്കുപ്പൻസി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇയർ റൗണ്ട് ഒക്കുപ്പൻസി സീസണും ഓഫ് സീസണും വരുന്നത് മൂലം നമുക്ക് അതിൻ്റെ ഒക്കുപ്പൻസി ഒരു 50% ആണെങ്കിൽ അതിനെ ഒരു 75%, ഒരു 25% കൂടെ നമ്മുടെ ഒക്കുപ്പൻസി കൂട്ടുവാണെങ്കിൽ തന്നെ കേരളത്തിലെ ടൂറിസത്തിൻ്റെ വരുമാനം ഒരു 20 to 25% വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ഒരു ഇയർ റൗണ്ട് ടൂറിസം മാർക്കറ്റിംഗ് പ്ലാൻ, ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആവശ്യമാണ്. അത് ഒരു മിക്സ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ടൂറിസം ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കണം കേരള ടൂറിസം നെക്സ്റ്റ് 5 ഇയേഴ്സിലായിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ടൂറിസത്തിൻ്റെ ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള, പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുന്ന ടൂറിസത്തിലേക്കാണ് ആൾക്കാരുടെ താല്പര്യം വരുന്നത്. അവിടെയാണ് കേരളത്തിൻ്റെ സാധ്യതയും വരുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് കേരളത്തിൽ ഏകദേശം 46% ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് കേരളത്തിലാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് 2012 നമുക്ക് അവാർഡ് കിട്ടിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ആ വെസ്റ്റേൺ ഗട്ട്സിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതൊരു ആമസോൺ ഓഫ് ഏഷ്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്രയും വലിയ ബയോഡൈവേഴ്സിറ്റി സാധ്യത ഉള്ള വെസ്റ്റേൺ ഗട്ട്സ് എക്കോ ടൂറിസം നമുക്ക് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ലിമിറ്റഡ് രീതിയിൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ടൂറിസത്തിന് സാധ്യതകളുണ്ട്. ഇപ്പം ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഡൽഹി, ആഗ്ര, ജയ്പൂർ എന്നുള്ള ഡെസ്റ്റിനേഷൻ യാത്ര ചെയ്യുമ്പം അവിടെ അവർ കാണുന്നത് ഹെറിറ്റേജാണ്. അപ്പം നമ്മൾ നല്ല മോണുമെൻറ്റ്സ് എല്ലാം കണ്ടതിന് ശേഷം അവർക്ക് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ ഇക്കോ ടൂറിസത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ ഈ ഫോറസ്റ്റും നമ്മളുടെ ടൂറിസവുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കുറേ, ഇപ്പം നമുക്ക് വൈൽഡ് ലൈഫ് ആക്കാം, അല്ലെങ്കിൽ ബേർഡ് വാച്ചിങ് ആക്കാം, അല്ലെങ്കിൽ ട്രക്കിങ്ങിനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതൊരു ലിമിറ്റഡ് രീതിയിലാണ്, അതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത അത്ര എഫിഷ്യൻ്റായിട്ടല്ല അത് ചെയ്യുന്നത്. ഒരു പക്ഷേ ടൂറിസവും ഫോറസ്റ്റും കൂടെ ഒരു മിനിസ്ട്രിയുടെ കീഴിൽ വരുവാണ്, ഒരു മിനിസ്റ്ററിൻ്റെ കീഴിലാണ് വരുന്നതെങ്കിൽ അത് ഇനിയും കേരളത്തിന് ടൂറിസം ഗ്രോത്തിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സാണ്. കേരളത്തിലെ ടൂറിസം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിലാണ് കേരളത്തിലെ ടൂറിസം വളർന്നത്. കാരണം നമ്മൾ മലയാളികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ മലയാളികൾക്ക് ജന്മനാ തന്നെ ഒരു നല്ല ഹോസ്പിറ്റാലിറ്റി, പിന്നെ അവർക്ക് ഒരു കൾച്ചറൽ വാംത്ത് ഉണ്ട്, എമ്പതി ഉണ്ട്. ഇതൊക്കെ ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ടൂറിസ്റ്റിന് ഹോസ്പിറ്റാലിറ്റിക്ക് അത് ഒരു നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ടൂറിസത്തിൽ മാത്രമല്ല, നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് വേറെ ഏത് രാജ്യത്ത് പോയ ആളുകളെ എടുത്ത് പരിശോധിച്ചാലും അവിടെ ഈ നേഴ്സുമാരാണെങ്കിലും ഏറ്റവും നല്ല നേഴ്സുമാർ കേരളത്തിൽ നിന്നാണെന്ന് പറയുന്നത് അതൊരു നമ്മുടെ ഒരു ക്വാളിറ്റിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ടൂറിസം എന്നല്ല, കേരളം തന്നെ ഇനി അടുത്ത ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ ഇവിടെ തന്നെ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊണ്ടുവന്നിട്ട് നമ്മുടെ കുട്ടികളെ കേരളത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ വിദേശ അല്ലെങ്കിൽ കൂടുതൽ സംരംഭങ്ങൾ കേരളത്തിൽ തന്നെ വന്ന് നമ്മുടെ ടാലൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം നമ്മളുടെ ടാലൻ്റ് അത്ര നല്ല ഒരു ടാലൻ്റാണ്. ഈ ടൂറിസം വളർന്നതിനും അത്രയും നല്ല ഹോസ്പിറ്റാലിറ്റിയിൽ കൊണ്ട് മാത്രമാണ് ടൂറിസം വളർന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ
ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ ഉപയോഗിക്കാം? ഇപ്പോൾ നമുക്ക് ഇപ്പം സ്ത്രീകളെ തന്നെ കൂടുതൽ വനിതകളെ ടൂറിസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ആയുർവേദം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആയുർവേദത്തിന് കേരളത്തിൽ അതൊരു വലിയൊരു വേൾഡിൻ്റെ തന്നെ ഒരു ഹീലിംഗ് ഡെസ്റ്റിനേഷനായിട്ട് ആയുർവേദത്തിനെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ വരുന്ന ആയുർവേദത്തിൽ വരുന്നതിൽ ഒരു നല്ല ശതമാനവും എനിക്ക് തോന്നുന്നു ഒരു 60% കൂടുതലും സിംഗിളായിട്ടുള്ള വിമൻ ട്രാവലേഴ്സാണ് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ ഈ വിമൻ എംപവർമെൻറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം യോഗ തെറാപ്പിസ്റ്റ് ആണെങ്കിലും പിന്നെ മാസിയേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ആയുർവേദ ഡോക്ടേഴ്സ് ആണെങ്കിലും അപ്പം അങ്ങനെയുള്ള ഫുഡ് കുക്കിങ്ങിന് ആണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ ലോക്കൽ വിമൻ എംപവർമെൻറ്റ് ട്രെയിനിങ്ങിലൂടെ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് അവരെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള, അതായത് വിമൻ എംപവർമെൻറ്റിന് വലിയൊരു സാധ്യതയാണ് ടൂറിസത്തിൽ പ്രത്യേകിച്ച് ഈ ആയുർവേദത്തിൽ വരുന്നത്. അടുത്തതായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവുമുള്ള സ്റ്റേറ്റ് ബഡ്ജറ്റിൽ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനെ ഇൻഫ്രാസ്ട്രക്ചർ, അതൊരു മാസ്റ്റർ പ്ലാനിൻ്റെ ബേസിൽ ഒരു ഡെസ്റ്റിനേഷനെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ ബേസിൽ ഒരു സ്മാർട്ട് ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്ന രീതിയിൽ ഒരു അലോക്കേഷൻ ഓരോ വർഷവും ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷന് കൊടുക്കുക. ആ ഡെസ്റ്റിനേഷനെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂന്നാർ എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു മാസ്റ്റർ പ്ലാനിൽ ഒരു വർഷത്തെ ബഡ്ജറ്റ് ആ ഒരു ഡെസ്റ്റിനേഷൻ ഒരു ഐക്കോണിക് ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു വർഷം മൂന്നാറാണെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഫോർട്ട് കൊച്ചിയോ അല്ലെങ്കിൽ ആലപ്പി, കോവളം, വയനാട് ഇങ്ങനെയുള്ള ഓരോ ഡെസ്റ്റിനേഷനെ ഓരോ വർഷവും സെലക്ട് ചെയ്തതിന് ശേഷം അവിടത്തേക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനായിട്ട് ഫണ്ട് കൊടുത്ത് ഒരു സ്മാർട്ട് ഡെസ്റ്റിനേഷനായിട്ട് മാറ്റുവാണെങ്കിൽ അവിടെ സൗകര്യങ്ങൾ കൂടുകയും കൂടുതൽ ടൂറിസ്റ്റുകൾക്ക് വരാനുള്ള സാധ്യതയും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം മൂന്നാർ പോലുള്ള ഹിൽ സ്റ്റേഷൻസിലേക്ക് പീക്ക് സമയങ്ങളിൽ ടൂറിസ്റ്റ് അവധി ദിവസങ്ങളിൽ ഓവർ ക്രൗഡിംഗ് ആണ്. കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നു, അത് മിക്കവാറും ഡേ വിസിറ്റേഴ്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കവിടെ ക്രൗഡ് മാനേജ്മെൻറ്റ് നടക്കുന്നില്ല. ഇത് സയൻറ്റിഫിക്കായിട്ട് ക്രൗഡ് മാനേജ്മെൻറ്റ് നടത്തണം. അതിൽ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെഹിക്കിൾ കൗണ്ട് എടുക്കാനായിട്ട് സാധിക്കണം. ഓരോ ദിവസം പോകുന്ന എത്ര വെഹിക്കിൾസ് പോയി, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് അത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് നമ്മുടെ ക്യാരിയിങ് കപ്പാസിറ്റി കഴിയുമ്പം തന്നെ ലിമിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കും നമുക്ക് ക്രൗഡ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അടുത്തത് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഈ ഇറാൻ US ഇസ്രായേൽ വാർ ഈ ടൂറിസം മേഖലയിൽ വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾക്ക് മിഡിൽ ഈസ്റ്റ് വഴിയാണ് കേരളത്തിലേക്ക് വരാനായിട്ടവിടെ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളത്. അപ്പം ആ ഒരു കണക്റ്റിവിറ്റി ഇപ്പം ഡിസ്റ്റർബ്ഡ് ആയപ്പോഴത്തേക്ക് നമുക്ക് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾ ഇപ്പോൾ ആയുർവേദ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ കൂടുതൽ ടൂറിസ്റ്റുകൾ വരേണ്ടതാണ്. അപ്പോൾ അവർക്ക് കേരളത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പം കേരള ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടത് നമുക്കുള്ള കൂടുതൽ ഫോറിൻ ടൂറിസ്റ്റുകളും വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. UK അല്ലെങ്കിൽ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് NRIസും ഈ രാജ്യങ്ങളിലെല്ലാം പഠിക്കുകയും ജോലിയും ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഒരു ഡയറക്റ്റ് കണക്റ്റിവിറ്റി ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം ആ ഒരു ഡയറക്റ്റ് കണക്റ്റിവിറ്റി ഇനി സൗത്ത് ഇന്ത്യയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർനാഷണൽ ടൂറിസം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം ഡൽഹി അല്ലെങ്കിൽ ബോംബെ, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് യൂറോപ്പിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഉണ്ട്. പക്ഷേ കേരളത്തിലേക്ക് ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, ഇത്രയും കൂടുതൽ NRKs വർക്ക് ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്, US ആണെങ്കിലും UK അപ്പം ആ ഒരു കണക്റ്റിവിറ്റി നമ്മൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു
വാറ് അങ്ങനെയുള്ള അൺസർട്ടനിറ്റി വരുന്ന സമയത്ത് ടൂറിസം നിശ്ചലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇപ്പം ആ സഫർ ചെയ്യുന്ന ടൂറിസം അടുത്ത സീസണിലെങ്കിലും നമുക്ക് കൊണ്ടുവരാനായിട്ട് അതിനൊരു ടാർഗറ്റഡ് മാർക്കറ്റിംഗ്, ഒരു മാർക്കറ്റ് ഇൻ്റലിജൻസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാർക്കറ്റിങ്ങും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടൂറിസം സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ടൂറിസത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ഈ ഒരു വാർ സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ടൂറിസം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവർ നിലനിന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് ടൂറിസം കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള സപ്പോർട്ടും കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. കേരള ടൂറിസത്തിൻ്റെ നെക്സ്റ്റ് ഫേസ് ഗ്രോത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായ ഒരു നമ്മുടെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി മാക്സിമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസം ആയിരിക്കണം നടപ്പിലാക്കേണ്ടത്. അതിൽ കേരള ടൂറിസം ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെയാണ് ഇത്രയും മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. പുതിയ ഗവൺമെൻറ്റും ആ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ടൂറിസത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വൻ സാധ്യതകളായിരിക്കും ടൂറിസത്തിലൂടെ കേരളത്തിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. താങ്ക് യു.